ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം മിനിങ്ങാന്ന് മോഹൻലാലിൻ്റെ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലെ ആയിരുന്നു ആ ചടങ്ങും കാര്യങ്ങളുമൊക്കെ. രാഷ്ട്രീയ രംഗത്തുള്ള പലരും മോഹൻലാലിൻ്റെ എറണാകുളം വസതിയിൽ ഒഴുകിയെത്തിയിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ബിഗ് ബോസ് താരമായ രേണുസുതി വന്നിട്ടുണ്ടായിരുന്നു. പലപ്പോഴും രേണുസുതിക്ക് ഒരുപാട് അറ്റാക്സും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. 2-3 ദിവസം മുന്നേ ഒരു മാജിക് മൊമെൻറ്റിൻ്റെ ഒരു അറ്റാക്ക് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, സോഷ്യൽ മീഡിയ അറ്റാക്ക്. അതായത് ഓൺലൈൻ മീഡിയക്കാർ കുത്തി ചോദിക്കുന്നു ഏത് ബ്രാൻഡാണ് അടിക്കുന്നത്, മാജിക് മൊമെൻ്റ് ആണെന്ന് പറയുന്നു. അതൊക്കെ ഞാൻ കണ്ടു. ഞാനത് റിയാക്ട് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല, ബട്ട് പലരും അതെടുത്ത് റിയാക്ട് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഇത് കണ്ടപ്പോൾ എനിക്ക് റിയാക്ട് ചെയ്യണം തോന്നി. ബിക്കോസ് ഒരു മരണം, അതായത് ഒരു മരണം സംഭവിച്ചു, ആ ആളെ കാണാൻ വരുന്നതിൽ അല്ല വലിയവനോ ചെറിയവനോ ഒന്നും യാതൊരു ഡിഫറൻസും ഇല്ല. നമ്മളിപ്പോൾ ആണെങ്കിൽ തന്നെ നമ്മളെത്ര വലിയവനായാലും എന്തായാലും ഒരു ദിവസം നമ്മളത് മരിക്കും. അപ്പം രേണുസുതി അവിടെ വരുന്നു. രേണുസുതി വന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാനൊന്ന് സൈഡിൽ വെച്ചേക്കാം, നിങ്ങളത് കണ്ടു നോക്കുക. പലരും അത് കണ്ടു കാണും. രേണുസുതി വന്നു. ഇവൾ ആരാണ്? മോഹൻലാലിൻ്റെ അമ്മയെ കാണാൻ അത്ര വളർന്നോ ഇവൾ? പിന്നെ ഇവളുടെ ഒരു കൈക്ക് എന്ത് പറ്റി? മന്താണോ ഇവൾ? എന്താ പറയുക, മരണവീട്ടിൽ വന്ന് പ്രഹസനം കാണിക്കുന്നു, പിന്നെ സങ്കടം അഭിനയിക്കുന്നു. ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? ഇവൾ ആരാ എന്നൊക്കെ ചോദിച്ചു ഒരുപാട് പ്രതിഷേധ കമൻസ്. അപ്പം ഞാൻ ഓർത്തു, ഇതെന്താണ് ഈ രേണുസുതി ഒന്ന് വന്ന്, അതായത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് രേണുസുതി ഒരു മരണ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. വേണ്ടിയിട്ടാണ് ഈ രേണുസുതിനെ എല്ലാവരും കൂടെ ഈ പുറകെ ഇട്ട് വളഞ്ഞ് ആക്രമിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാൾക്ക് മരണം സംഭവിച്ചു, ആളുടെ മൃതദേഹം കാണാൻ വേണ്ടി ഒഴുകിയെത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ബിഗ് ബോസിലുള്ളത് കൊണ്ടും മോഹൻലാലുമായിട്ട് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായതുകൊണ്ടുമാണ് കൊച്ചിയിലെ വസതിയിലെത്തി കണ്ടത്. ഓൾറെഡി ചിലപ്പം രേണു ആ സമയത്ത് കൊച്ചിയിലുണ്ടായിരുന്നു കാണും. അപ്പം രേണുവിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് എന്തുണ്ടെങ്കിലും വെട്ടിത്തുറന്ന് പറയുക എന്നുള്ളൊരു സ്വഭാവമാണ് രേണുവിന്, എത്ര പൊട്ടത്തരമാണെങ്കിലും. എന്നാലും രേണുവിൻ്റേതായിട്ടുള്ള ഭാഗത്ത് കുറേ ന്യായങ്ങൾ കാണും. അത് സ്വന്തമായിട്ട് വഴിവെട്ടി വന്നവർ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതേപോലെയാണ് രേണുവിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അത് ആരുടെ ഒരു സഹായം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ സഹായം കാണും. എന്നാലും സ്വന്തമായിട്ട് ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് വന്നൊരു വ്യക്തിയാണ് രേണുസുതി. അപ്പോൾ രേണുസുതിനെ ഇത്രത്തോളം അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതായത് ലാലേട്ടൻ എന്ന് പറയുന്ന അത്ര നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായൊരു മനുഷ്യനാണ്. ആ പ്രിയങ്കരനായ മനുഷ്യൻ്റെ അമ്മേനെ കാണാനായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും പല ആൾക്കാരും ഒഴുകിയെത്തിയിട്ടുണ്ട്. ഈവൻ ബിഗ് ബോസിൽ അനുമോൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ അനുമോൾ വന്നപ്പോൾ എന്താ ഈ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നത്? അങ്ങനെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും സംസാരിക്കരുത്. ഒന്ന് രേണുസുതി വന്നു പോയതിന് ശേഷം അതങ്ങ് ഭയങ്കര വൈറലായി. ആ വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നു, ആ വീഡിയോ സർക്കുലേറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മാന്യമായ രീതിയിൽ മാന്യമായ വസ്ത്രധാരണ ധരിച്ചതുകൊണ്ട്, ഇനിയിപ്പോൾ വസ്ത്രത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ ഇനിയിപ്പോൾ അത് പറഞ്ഞേനെ. എന്തായാലും നല്ല വൃത്തിയായിട്ട് രേണുസുതി വന്നത്, എന്താ ഒരു കൈ ഇങ്ങനെ വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ എന്താ ചോദിക്കുന്നു, ഈ ഒരു കൈക്ക് എന്താ മന്തുണ്ടോ രേണുസുതിക്ക്? അപ്പോൾ രേണുസുതിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ ഒരു എന്താ പറയുക സൈബർ അറ്റാക്ക് സത്യം പറഞ്ഞാൽ നിർത്തണം. വേറെ നെഗറ്റീവൊക്കെ കണ്ട രേണുസുതി പേടിക്കുന്നൊന്നുമില്ല. രേണുസുതിക്ക് ഇതിലും വലിയ നെഗറ്റീവ് ഒരുപാട് അവിടെ ഇവിടെയും വന്നിട്ടുണ്ട്. പക്ഷേ ഒരാളുടെ മരണച്ചടങ്ങിൽ ഒരാൾ വന്നു എന്ന് കരുതി അത് വലിപ്പമുള്ളതോ ചെറുപ്പമുള്ളവരോ ഒന്നുമില്ല, എല്ലാവരും ഈക്വലാണ് എന്നാണ് പറയാനുള്ളത്. പല പ്രമുഖരും ഈ ഒരു ചടങ്ങിൽ ഒഴുകി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. എന്നായാലും നമ്മൾ ജീവിച്ചു വരുമ്പോൾ എന്നാലും മനുഷ്യർ മരിക്കും. എത്ര വലിയ ആൾക്കാരായാലും ചെറിയ ആൾക്കാരായാലും മരിക്കും. ആ ഒരു ചടങ്ങിൽ ഒരാൾ പങ്കെടുത്തു എന്ന് കരുതി വിമർശിക്കേണ്ട ഒരാവശ്യവും ആർക്കും ഇല്ല. എനിവേ, സ്റ്റേ ട്യൂൺഡ് ടു മൈ